ഡെയിലി പഠിക്കാറുണ്ട്. ഡെയിലി ലേറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാലും എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറ്. പക്ഷെ ക്ലാസ് ടെസ്റ്റ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ലേ? ഈ ഒരു പ്രശ്നത്തിനുള്ള 3 വഴികളാണ്, 3 സൊല്യൂഷനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് മക്കൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എത്ര നേരം പഠിച്ചു എന്നതിലുള്ള കാര്യം. മിസ് എല്ലാ തവണയും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയം ഒരു 4 മണിക്കൂർ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ ആയി കഴിഞ്ഞാലും ആ പഠിക്കുന്ന സമയം നല്ല എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നണം, ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഇനി വീണ്ടും റിവൈസ് ചെയ്ത് ഒന്നും കൂടി നോക്കണോ, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, അത് ഞാൻ വെറുതെ വായിച്ചു വിട്ടതാണോ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വരണം. സോ കുഡ് യു ഡൺ ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ അത് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ചെയ്യാം. നിങ്ങൾ പഠിച്ച കാര്യം ഇത്രയും നേരം പഠിച്ചിട്ട് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാതെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫെയിലായി. അപ്പൊ ചെയ്യേണ്ട കാര്യം, പഠിക്കുന്ന ടോപ്പിക്സ് എത്ര നേരം ഇരുന്ന് പഠിച്ച് അത് ആ ഒരു കോൺസെപ്റ്റ് എത്ര നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അത്രയും നേരം ഇരുന്ന് പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അത് ഒന്നും കൂടി ഞാൻ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോട്ട്സ് എഴുതാം. നോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതണം. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് കുറെ പേര് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് ടെക്സ്റ്റ് ബുക്ക് എന്താണോ ഉള്ളത് ആ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കരുത്. ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് വായിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രം ഷോർട്ട് നോട്ട് ആയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അല്ലാതെ ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതുപോലെ അപ്പാടെ എഴുതി വെക്കരുത്. സോ നോട്ട് എഴുതുന്ന സമയത്ത് ടു ദ പോയിന്റ്, എന്താണ് ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രം നോട്ടാക്കാം. അപ്പൊ ഒരു 4-5 പേജിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു എക്സാം ടൈമിൽ ഈ ഒരു നോട്ട് വളരെ യൂസ്ഫുൾ ആവുക, നിങ്ങൾക്ക് ഇടയ്ക്ക് റിവൈസ് ചെയ്യാനും തോന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിചാരിച്ച പോലെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സോൾവ് ചെയ്യാം. അത് പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. അപ്പൊ നമ്മൾ അത് മറന്നുപോകും. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ എക്സ്ട്രാ വീഡിയോസും കോൺസെപ്റ്റ് വീഡിയോസും ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം കണ്ട് നിങ്ങളുടെ ആ ഒരു ടോപ്പിക് എന്താണെന്നുള്ള ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണം. അതുകൂടാതെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആൻസർ ചെയ്യുന്നത് വരെ ആ ക്വസ്റ്റ്യൻ തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടുന്നത് വരെ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ട് അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഈ ഒരു 3 കാര്യങ്ങൾ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് നിങ്ങൾ വിചാരിച്ചതിലേറെ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് മിസ് പറഞ്ഞു തന്നതാണ്, നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെക്കാം. രണ്ടാമതാണ്, ടു ദ പോയിന്റ് മാത്രം നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് നോട്ട് എഴുതാൻ വേണ്ടി ശീലിക്കുക. ദെൻ തേർഡ് പോയിന്റ് ആണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ എൻ്റെ മക്കൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. യെസ്, റെഡി ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ എന്തൊക്കെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതെല്ലാം വളരെ കോൺസെപ്റ്റ് ഒക്കെ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ യൂട്യൂബ് ചാനലൊക്കെ മക്കൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കാണുക. ദെൻ അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക.